സ്വന്തം റെക്കോർഡ് പിന്നെ 24 ഏകദേശം എത്ര 5 9 10 11 12 13 14 15 16 17 19 20 22 23 24 25 26 27 മേലക്ക് ഒരു 2 ഹൈറ്റ് ഇത് വെക്കണം. എന്താ പറയുക, വോൾ. ഇതിൻ്റെ മേലെയാണ് പണിയെടുക്കുന്നത്. 2 ഹൈറ്റ് വോൾ ഇങ്ങനെ വെച്ചു. 2 ഹൈറ്റ് വോൾ ഇത് മീൻ വെക്കട്ടെ. അടിയെന്ന് ചെയ്യാം. അല്ല സൈഡിൽ നിന്ന് സുഖം. അടിയെന്നാകുമ്പോൾ അങ്ങോട്ട് ഇവിടുന്ന് കിട്ടേണ്ട അവസ്ഥ. ശരിയാ, പറയൂ പറയൂ. സൈഡിന്ന് ചിത്രത്തിൽ തന്നെയല്ലേ 4 ബ്ലോക്ക് ഇട്ടിട്ട് വേണം. 5ാമത്തെ ബ്ലോക്കിലാണ് ഒരു ബ്ലാക്ക് കൊടുക്കണ്ടേ, മേലേക്ക് പൊന്തിട്ട്. അവിടെ ഇങ്ങനെ 5 എണ്ണം ഇങ്ങനെയാണ്. ഓഫായി കഴിഞ്ഞാൽ പണിയാണ്. മനസ്സിലായ കണക്ക്? ഇല്ല. അതായത് ഈ ചുമരില്ലേ, ഇതല്ലേ ചുമര്, ഇവിടുന്ന് 4 ബ്ലോക്ക് വിട്ട് 5ാമത്തിൽ കൊടുക്കുന്നു. ഇപ്പം മനസ്സിലായത്. 1 2 3 4 5ാമത്തെ കൊടുത്തു. ഇനി എത്ര കൊടുക്കണം എന്നറിയാൻ കേട്ടോ. 5ാമത്തെ 8 എണ്ണം മേലെ കൊടുക്കുക. അതായത് അത് കൂട്ടിയിട്ട് 8 എണ്ണം. ഇതുമ്പോൾ തന്നെ 2 3 7 8. ഇനി അടിയിൽ മറ്റേ സ്ഥലത്ത് നമ്മള് ഇതിൻ്റെ അടിക്ക് കോർണർ കോർണറായിട്ട് കൊടുക്കൂലേ, കോർണറായി കൊടുക്കുക. ഓക്കെ, ഇനി ഇതിന് മേലെ വരുന്നുണ്ടോ? ഇനി മറ്റേത് ആ ബ്ലാക്ക് ആദ്യം കൊടുത്ത് വരല്ലേ, അതിൽ 2ാമത്തെ ഇതിമൊന്ന് കൊടുക്കുക നേരെ സൈഡിൽ. അതിമല്ല 2ാമത്തെ ആദ്യം കൊടുത്ത് വരല്ലേ, ബ്ലാക്ക് 8 എണ്ണല്ലേ, അതിൽ 2ാമത്തേൻ്റെ നേരെ ഒരു ബ്ലാക്ക്. പിന്നെ ഏറ്റവും മേലെ നേരെ ഒന്ന് മേലെയല്ല നേരെ. സ്ക്രീൻഷോട്ട് ചാവരല്ലേ? അതെ, ഓക്കെ, ഞാൻ സ്ക്രീൻഷോട്ട് എടുത്തക്കട്ടെ. ഈ സെക്ഷൻ കഴിഞ്ഞിട്ട് എടുത്താൽ
വേഗം വേഗം ഫട്ടാഫട്ട് ഫട്ടാഫട്ട്. കഴിഞ്ഞില്ലേ? സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചു ഞാൻ നോക്കിയാട്ടോ ചെയ്യുന്നത്. ഇങ്ങനെ ഇത് കറക്റ്റല്ലോ? എങ്ങനെ ഇത്? ആ ഞാൻ അടുത്ത ലൈനായിട്ടില്ല, ആ ലൈനിൽ തന്നെ അല്ലേ? അതിൻ്റെ മേലേക്ക് 2 എണ്ണം കൊടുക്കുക. ഇതിൻ്റെ 3 കറുപ്പ് ഇങ്ങനെ 3 എണ്ണം അതിലെ. യെസ്. ഇനി അടിയിൽ കോർണർ എടുക്കുക, അടിയിലൊരു കോർണർ മതി. പിന്നെ ഒരു സ്പേസ് ഇട്ട് മേലൊന്ന്. ഇങ്ങനെയാണോ ഉദ്ദേശിച്ചത്? അങ്ങനെ തന്നെ. പിന്നെ ഒരു സ്പേസ് ഇട്ട് മേലൊന്ന്. ഇത് നല്ലതാ. ഇനി അടുത്തത് എന്താ? ഇതിൻ്റെ ഉള്ളിലൊക്കെ എന്തായിരുന്നു? റെഡോ? എത്രയായി? അതിൻ്റെ ഉള്ളിൽ റെഡാകും അറിയില്ല, ചിലപ്പോൾ ചുണ്ടൊക്കെ അവിടെ വൈറ്റ് ഒക്കെ റെഡ് ആ സൈഡിലാണ്. ഇപ്പോൾ റെഡ് കൊടുത്തിട്ടാ എടാ മനസ്സിലാവണില്ല കേട്ടോ. 3 വരി. എത്ര വരിയായി? 3 വരി. മൂന്നാമത്തെ ഒരു ഗ്യാപ്പ് 1, ഒരു ഗ്യാപ്പ് 1 അങ്ങനെ. സംജാ 3 എണ്ണായി. യെസ്. 3 കുത്തായി എന്നല്ലേ പറയണേ? അടിയിൽ 3 കുത്തായി. നന്നടിയിൽ 3 കുത്തായത്. ഓക്കെ മനസ്സിലായി. ഇനി മേലെന്താ? ഇനി ഒരു സ്പേസ് ഇട്ടിട്ട് ഒന്നും കൂടി കൊടുക്കാൻ. ഇനി മേലെ ആണോ? ഇപ്പം തന്നെ ഒക്കെ 4 കുത്തായി ഇങ്ങനെ. കൊടുക്ക്. 4 എണ്ണമായി. ഞാൻ ഇതിൻ്റെ മേലെ 4 എണ്ണം. 5 എണ്ണം അവിടെ ഉണ്ട്. നേരെ 4 ഇവിടെ 5 എണ്ണല്ലേ ഇതിന്? 4 എണ്ണം കൊടുത്തു. 2, 3, 4, 5 എണ്ണമായി. 5 ആയില്ലേ? ഇനി ഒരു സ്പേസ് ഇട്ടിട്ട് മേലെ ഒന്ന്. ഞാൻ അടിക്ക് കോർണർ കൊടുക്കാം. ഓക്കെ. ഇനി അപ്പുറത്തെ ഒരു ബ്ലാക്ക് ബ്ലോക്കില്ലേ കുറച്ച് മേലെ, ആ അതിൻ്റെ നേരെ ഒന്ന് കൊടുക്കുക. നേരെ ഇങ്ങോട്ടൊരു സൈഡിക്ക് യെസ്. കൊടുത്തു. 2 ഗ്യാപ്പ് വന്നു. ഇങ്ങനെയല്ലേ കൊടുത്തേ? മേലെന്ന് 2 ഗ്യാപ്പ് വരുന്ന അടിയിൽ നിന്ന് അയിമക്ക്. പിന്നെ മേലേക്ക് 2 സ്പേസ് ഇടുക. 2 ബ്ലോക്ക് ഒക്കെ. എന്നിട്ട് മൂന്നാമത്തെ ഇതിൽ ഒരു ബ്ലാക്ക്. ഇതുമ്മ തന്നെ അതൊട്ട് റൂഫിലോ ഏറ്റവും മേലെ അത് ഇതുമെന്നോ? അങ്ങനെയല്ല. അപ്പൊ എവിടെ എത്തി? ഇപ്പൊ ഇതെവിടെ? ഇനി 2 സ്പേസ് ഇടുക. മേലേക്ക് 2 സ്പേസ്. ഞാൻ കൊടുക്കാം. ഇനി അതേമാതിരി 2 സ്പേസ് ഇടുക. 2 സ്പേസോ? 1, 2, 3. ഓക്കെ. അവിടെ 2 എണ്ണം കൂടി കൊടുക്കാം. 1, 2. പിന്നെ 2 സ്പേസ് ഇട്ട് പിന്നെ ഒന്ന് അടയ്ക്കാം. അത് മറ്റേ കോർണറായി കൊടുത്താൽ മതി. ഇപ്പൊ അടിയിൽ എത്ര? ഇപ്പൊ 1, 2, 3, 4. ഞാൻ ഒന്നും കൂടി കൊടുക്കേ. കോർണറായിട്ടോ? യെസ്. 3 തള്ളിയിട്ട് ഒന്ന് കൊടുക്കേ. 3 തള്ളിട്ടോ? മേലേക്ക് 3 ഗ്യാപ്പ് വന്ന് അല്ലേ? 4. അതിൻ്റെ നേരെ എന്ന് പറഞ്ഞാൽ അതിൻ്റെ നേരെ 2 ഗ്യാപ്പ് ഇട്ട് ഒന്ന് കൊടുക്കേ. ഇതിൻ്റെ നേരെ എന്ന് പറഞ്ഞാൽ അതിൻ്റെ നേരെ അതിൻ്റെ നേരെ തന്നെ. ഇനി ഒരു സ്പേസ് ഇട്ടിട്ട്, അതായത് മേലല്ലേ 3 എണ്ണം ഉണ്ട്. ഇവിടെ നോക്കാം. യെസ്.
മൂന്നെണ്ണല്ലേ? യെസ്. എവിടെ മൂന്നെണ്ണം? ഇതാ 3 മൂന്നെണ്ണല്ലേ? അതിന് കോർണറാക്കി അടിക്കോ? കോർണറല്ല. എല്ലാം ഇറങ്ങുന്നുണ്ടോ? അതിൽ 2 അടിക്ക് കൊടുക്ക്. അതായത് രണ്ടാമത്തെ കള്ളി തൊട്ട് അടിക്ക് 3 ആക്കിയിടണം. അവിടുന്ന് 1 2 3 അടിക്ക് 2 3 കൊടുക്ക്. പിന്നെ മറ്റോടത്ത് കോർണർ കൊടുക്കും. മേലെ ഏറ്റവും മേലെ നീളം കൂടി കോർണർ. എന്താ വെച്ചാൽ നല്ല റിസ്ക് ആണ്. ഇനി അടിയിൽ നേരെ ഒന്ന് അതങ്ങനെ വരൂ. ഓക്കെ, നേരെ ഒന്ന് കൊടുത്തു. അടിയിൽ എത്ര വരി വരെ നേരമുണ്ട് അതൊന്ന് പറഞ്ഞ. ആ വരി ഫുള്ള് അടിയിൽ എത്ര വരെ നേരമുണ്ട് എന്ന് പറഞ്ഞ ഫുള്ള്. 1 2 3 4 5 6 7 8 9 10 11. 1 2 3 4 5 6 7 8 9 10 11. ഇനി അതിൻ്റെ മേലെ കുറേ അടുത്ത്. രണ്ടാമത്തെ കുത്തുന്നല്ലേ? അതെ അതെ, രണ്ടാമത്തെ. അതിൽ 2 മറ്റേ മേലെ 4 എണ്ണല്ലേ? 4 ഒന്നുമില്ല. 1 2 3 ഉള്ളൂ. 4 എണ്ണമാണല്ലോ. കണക്കും തെറ്റിയോ? ഇതും 2 സോറി 3 എണ്ണത്തിന് ഞാൻ ഇതാ നോക്കണത്. ഓക്കെ ഓക്കെ. അങ്ങനെ തന്നെയാണല്ലോ. ഇതൊന്നും ഒന്നായിട്ടുള്ളേ. അടുത്ത വരി പറയുന്നുള്ളേ. ഒന്ന് കൊടുത്താലേ 4 ആവുള്ളേ. ആ വരിയാ പറയേണ്ടത്, 4ാമത്തെ വരി. ശരിയാണ്. ഇനി അതിൻ്റെ അടിയിൽ ഒന്ന് കൊടുക്കേ. ഇതിൻ്റെ 4ാമത്തെ കൊടുത്തതിൻ്റെ അടിയിൽ ഞാൻ അതിൻ്റെ നേരെ നേരെ ഒന്ന് കൊടുക്കുക. ഈ സൈഡിക്ക് ഇങ്ങനെ അങ്ങോട്ട് അവിടെ ഒന്ന് തന്നെ 2 കൊടുക്കണോ? 2 കൊടുക്കേ. ഇവിടെ 2 ഒന്നും കൂടി കൊടുക്കാം. 3 ആ വരി. അതാ നമ്മൾ ഇങ്ങനെ മേലക്കല്ലേ പോണ്ടേ. ശരി. അല്ലെങ്കിൽ പുറം ലൈന് ഫസ്റ്റ് പറയാം ഫുള്ള്. മനസ്സിലായോ? ഇങ്ങനെ പറയണോ? ഈ ഒരു ബോർഡർ ഫുള്ളാണ് പറയാം. ഇങ്ങനെ പറഞ്ഞോളൂ മേലക്ക്. അങ്ങനെ പറയുമ്പോൾ പിടിച്ചിട്ടുണ്ടായില്ലേ? അവിടുന്ന് കോർണർ പറയാം. പിന്നെ ഉള്ളി നമുക്ക് പിന്നെ റെഡിയാക്കാം. ഫസ്റ്റ് പുറം ലൈന് സെറ്റാക്കിയിട്ട് ഇനി എന്താ വേണ്ടത്? ഇതുമെന്ന് ഒരു കോർണർ അല്ലാണ്ട് ഒരു കോർണർ ഇട്ടു. ഓക്കെ, ഒരു കോർണർ ഒരു കോർണറും പാടെ 3 കോർണർ. 3 കോർണർ ആയില്ലേ? യെസ്. ഇനി ഒരു കോർണർ കൂടെ കൊടുക്ക്. യെസ്. അതിന് മേലേക്ക് 6 എണ്ണം കൊടുക്കേ. ഇത് കൂട്ടിയിട്ടോ? കൂട്ടാതെ 6. ഇനി അതിൻ്റെ പുറത്ത് ഈ സൈഡിൽ ഇപ്പുറത്തേക്ക് അവിടെ കൊടുക്കല്ലോ. അവിടെ അടിയിൽ നിന്ന് 2 എണ്ണം വിട്ടിട്ട് അടിയിൽ നിന്ന് 2 എണ്ണം വിട്ടിട്ട് 1 2 3 4 എണ്ണം കൊടുക്കേ. അടിയിൽ നിന്ന് 2 എണ്ണം വിട്ടിട്ട് 4 എണ്ണം കൊടുക്കേ. 2 എണ്ണം വിട്ടിട്ട് 3ാമത്തേന്ന് 1 2 3 4. ഇനി ഇപ്പുറത്ത് നടുക്കത്തെ 2 എണ്ണം കൊടുക്കേ. അവിടെ തന്നെ പുറത്ത് അടിയിൽ 2 എണ്ണം. അടിയിലല്ല, നടുക്ക് 2 എണ്ണം. 4ൻ്റെ നടുക്കില്ലല്ലോ ഇതിന്. അങ്ങനെയല്ല, അതന്നെ. ഇനി അടിയിലേക്ക് ഒരു കോർണർ കൊടുക്കുക. അതിന് അടിയിലേക്ക് ഒരു കോർണർ കൊടുക്കുക. അതേമാതിരി മറ്റീൻ്റെ നേരെ ആ ബ്ലോക്കിന് നേരെ ഇവിടെ
പുറം വാലായിട്ടോ ചെറിയൊരു ഷേപ്പായി വന്നില്ലേ. യെസ്. ഞാൻ റൂഫ് ടോപ്പ് പറഞ്ഞു. ഇനി റൂഫ് ടോപ്പ് അങ്ങനെ പോകല്ലേ നീ. നീ ഉള്ളിക്ക് കോർണറായി 2 കൊടുക്കേ. 2 അല്ല 1. യെസ് 1. 1 കൊടുക്കേ. ഞാൻ മേലെ നേരെ മേലെ ഇങ്ങനെയാണോ അത് ഇങ്ങനെയാണോ? 1 എടുത്തില്ലേ. നീ ഒന്നുകൂടി കോർണറായി കൊടുക്കേ. ഞാൻ എൻ്റെ മേലെ 1 കൊടുക്കേ. കോർണറല്ല, ഇനി ഒരു കോർണർ കൊടുക്കേ. പിന്നെ ഒരു കോർണർ കൊടുത്തോ. യെസ്. നീ അതിൻ്റെ സൈഡിലേക്ക് 2. നീ അതിൻ്റെ പുറത്തേക്കുള്ള ഭാഗമല്ലേ, പുറത്തേക്ക് അത് അപ്പുറേ ഭാഗം ഇത് അങ്ങനെയല്ലടാ. ഈ ഇതിൻ്റെ പുറം ഭാഗം ഉള്ളല്ലാതെ പുറമല്ലേ, വാല് വെക്കണ ഭാഗേ. വാലിൻ്റെ ഭാഗം അവിടെ ഇങ്ങനെ നീ ഈ ഭാഗം ചെയ്യാനാ. മനസ്സിലായി. അവിടെ ഒരു കോർണർ. എന്തായത് അവിടെ ഒരു കോർണർ, അതിൻ്റെ മേലെ 1. മേലെ കോർണറല്ലല്ലോ. നേരെ ഇനി ഒരു കോർണറായി ഉള്ളിൽ കൊടുക്കും. ഉള്ളിക്ക് ഇനി അത് ഇനി 3 കൂടി കൊടുക്കുക. നേരെ ഉള്ളിക്ക് അതിൽ മറ്റേ 3 പറയുമ്പോൾ ഇപ്പോൾ 4 ഇനി അതിക്ക് മേലക്കൊന്ന് കൊടുക്കുക. നേരെ മേലെ 1 എടുത്തോ. ഇനി കോർണർ 1 എടുക്കേ. ഇനി 2 പാടെ കൊടുക്കാൻ നേരെ മേലക്കല്ല, സൈഡിക്ക്. ഇനി അടിക്ക് കോർണറായിങ്ങാണ്ട് 4 കോർണർ വേണം. അടിക്ക് കോർണറായി 4 കോർണർ വേണം. 4 കോർണർ. 2 3 4 അതില്ലേ ഇവിടെ പൂർത്തിയാക്കണം. കുറച്ച് ഇങ്ങോട്ടല്ല, ചെവിൻ്റെ അങ്ങോട്ട് നൈസ് എടുക്കാനാ ഒരു ഇവിടെ കുറച്ച് കൊടുക്കാണ്ട്. അത് ഞാൻ മുട്ടിയില്ലല്ലോ, ഇങ്ങനെ വയ്ക്കണം കേട്ടോ. ഒരൊറ്റ ബ്ലോക്കിന് കുറവുണ്ട്. എന്താണ് അവിടെ ഇനി ചെയ്യാണ്ടാവും. എന്താ അങ്ങനെ ഫുൾ കോർണറാണ്. മനസ്സിലായി. മുട്ടിയില്ലേ. നീ ചെവിൻ്റെ ഇവിടെ മേലൊന്ന് കൊടുക്കണ്ട, എന്നിട്ട് കണ്ണിൻ്റെ അവിടെ പോകും. കണ്ണിൻ്റെ ചെവിതല്ലേ അവിടെ നമ്മളെങ്ങനെ ചെയ്ത് വെച്ചിരിക്കണേ. അവിടെ നമ്മള് 1 2 3 വരെ എടുത്തേക്കണ്. ആ വരി ഉള്ളിലേക്കാക്കി എടുത്ത് വെച്ചിരിക്കണം. അവിടെ ഇനി ഒന്നും ചെയ്യാൻ ഇനി ഇങ്ങനെ വന്നിട്ട് ഇവിടെ ആയിട്ട് കൊടുക്കണം. ഈ ഒരു വരിയാണ് കൊടുക്കേണ്ടത് നമുക്ക്. ഈ 2 പൊങ്ങണിയുമേ അവിടെയാണ് ഈ മൂലയിൽ അത് കോർണറായി ഉള്ളിക്കൊന്ന് കൊടുക്കേ. പിന്നെ കോർണറായി ഒന്നുകൂടി കൊടുക്കേ. പിന്നെ നേരെ സൈഡിക്കൊന്ന് ഇനി ഒരു കോർണർ അടിക്കോ മേലക്കോ. അടിക്ക് ഇനി നേരെ സൈഡിക്കൊന്ന് കഴിഞ്ഞു. എനിക്ക് കണ്ണു പണി ചെയ്യാല്ലേ. ബാക്കി നാളെ ചേട്ടോ. കുറച്ച് ഇത് ചോർക്കാൻ കഴിഞ്ഞത് വെച്ചിരിക്കാറ്. ഇതിപ്പോൾ ഇത് ചെയ്താദ്യം എന്നിട്ട് ഫില്ല് ചെയ്യാൻ ചെയ്തു കുഞ്ഞോ. ഇത് ചെയ്യും. ഞാൻ അടിയിൽ പോകും, കണ്ണിൻ്റെ സെക്ഷനിൽ പോകും. അടിയിൽ നിന്ന് എത്ര വരിയില തുടങ്ങണ്ടേ? അടിയിൽ
ഹബീബി ഹബീബി ആണ് പറഞ്ഞോളൂ. എത്രാമത്തെ വരെയാണ്? അതോ അത് നോക്കുകയാണെങ്കിൽ ഏറ്റവും അടിയിൽ നിന്ന് പറയുകയാണെങ്കിൽ 1 2 3 4 4 അവിടെ 3 നേരെ വരുന്നത്. 3 നേരെ തന്നെ ചെയ്തു. ഇനി ഒന്നാമതിൻ്റെ മേലെ ഒരു സ്പേസ് ഇതിൻ്റെ സ്പേസ് ഇടുന്നത്. പിന്നെ 3 സ്പേസ് ഇട്ടിട്ട് 4-മത്തെ ഇതിൽ ഓക്കെ. അതിന് മേലെ 2 കൂടി കൊടുക്കാം. ഇപ്പോൾ 3 ആയി. 3 അതിലാണ്. ഇനി അടിക്കുക. 5 കേട്ടോ. ഇവിടെ ഈ 3 അല്ലേ അടിയത്തെ 3. അതിന് കോർണറായിട്ട് മേലൊക്കെ ഒന്ന് എടുക്കുക. ഇനി 2 വിട്ടിട്ട് മേലെ ഒന്ന് കൊടുത്തോ. ഇനി 1 വിട്ടിട്ട് മേലെ 4 അതിൽ മാറ്റി വന്ന് അല്ലേ? അങ്ങനെയല്ല, അവിടെ അങ്ങനെ തന്നെ. ഇനി 6-മത്തെ അരിയിൽ കേട്ടോ ഒരു ഒറ്റക്കെട്ടായി വിട്ടിടില്ലേ അടിയിൽ. അടിയിലോ? അവിടെ ഇതന്നെ അത്. അതിന് കോർണർ എടുക്കുക. അടിക്കോ മേലേക്കോ? മേലേക്ക്. എടാ എന്തോ ഒരു ഒരു ബ്ലോക്ക് വിട്ട മാതിരി. ഇവിടെ 2 കൊടുത്തുക്കണോ? ആ 3 കുത്തുണ്ട് അങ്ങനെ. അവിടെ എന്തെങ്കിലും കുറവുണ്ടോ? അവിടെ 2 കൊടുക്കണം തോന്നുന്നുണ്ട്. ഇവിടെ 1 കൂടി കൊടുക്കണം ഇല്ലേ? ഉണ്ട്. 2 എവിടെ? എത്തുകോ? നീ 3 കുത്തില്ലാണ്ട് അങ്ങനെ ത്രികോണം. എന്തോ അതിൻ്റെ ഈ ഭാഗത്ത് 1 കൊടുക്കുക. പുറത്തേക്കോ? അങ്ങനെ കൊടുക്കണം തോന്നുന്നു. ഉണ്ട് ഉണ്ട്. പേരാണ് 6-മത്തേൽ നിൽക്കണേ. 6-മത്തേൽ അവിടെ 1 കൊടുത്തില്ലേ അടിയിൽ ഇങ്ങനെ ഒരു ത്രികോണാക്കി അല്ല കോണാക്കി. ഇനി 2 സ്പേസ് ഇട്ട് അറിയാം. മേലൊക്കെ 1 ആയിട്ടില്ല കൊടുത്തേ. മേലൊരു ഘട്ടം മാറി കിടക്കുന്നുണ്ട് അതിൻ്റെ അപ്പുറത്ത്. മനസ്സിലാക്കാൻ ഇതാണ് ഇതായി നിൽക്കണ ഘട്ട. 1 2 3 4 5 6 3 അതിലേക്ക്. ഇനി അവിടെ 2 ഗ്യാപ്പ് ഇട്ടിട്ട് പിന്നെ 3 സ്പേസ് ഇടണം. 3 സ്പേസ് ഇടണം. 3 സ്പേസ് 2 സ്പേസ് 3. ഓക്കെ. അവിടെ 2 2 ഓക്കെ.